ബംഗാളിൽ നടന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല, യുദ്ധം തന്നെയായിരുന്നു. അവിടുത്തെ തദ്ദേശ ജനതയെ രക്ഷപ്പെടുത്തണം, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അതൊരു ഗംഭീര പ്രയത്നം തന്നെയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി മത്സരിക്കാനോ പ്രചരണം നടത്താനോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളെയും അനുവദിക്കാത്ത ഭീകര ഭരണമായിരുന്നു ബംഗാളിൽ കഴിഞ്ഞ 50 വർഷം നമ്മൾ കണ്ടത്. ബംഗാളിൽ BJP സർക്കാരിന്റെ വിജയത്തെ പ്രശംസിച്ചും തൃണമൂൽ കോൺഗ്രസിന്റെ കിരാത ഭരണത്തെ വിമർശിച്ചും രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ കെ ജേക്കബ് പങ്കുവച്ച പോസ്റ്റാണ് ചർച്ചയാവുന്നത്. BJPയുടെ ചിട്ടയായ പ്രവർത്തനമാണ് ബംഗാളിൽ BJPക്കുണ്ടായ വിജയം. ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. വിജയത്തെക്കാൾ പരാജയം കണ്ട് ശീലിച്ചവരാണ് BJPക്കാർ. കേരളത്തിലെ BJPയുടെ മുന്നേറ്റം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. BJPക്കെതിരെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും സർക്കാർ സംവിധാനങ്ങളും മതജാതി സംഘടനകളും ഒരുമിച്ച് നിന്നിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നിച്ചിട്ടും BJP കേരളത്തിൽ നടത്തിയത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ്. നിയമസഭയിൽ BJPക്ക് 3 സീറ്റ് എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ നിസ്സാരമല്ല. പക്ഷെ കേരളത്തിൽ ഇത്തവണയും 0 സീറ്റ് ആയിരുന്നെങ്കിൽ കൂടി സങ്കടമൊന്നും വരില്ലായിരുന്നു. എന്റെ എല്ലാ ശ്രദ്ധയും ബംഗാളിലേക്കായിരുന്നു. അവിടെ ഇത്തവണ BJPക്ക് ഇതേ മതിയാകുമായിരുന്നുള്ളൂ. നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി ഒരു ജനതയുടെ പോരാട്ടമായിരുന്നു ബംഗാളിലേത്. അതിനേക്കാൾ ഉപരി രാജ്യസുരക്ഷയ്ക്ക് BJP ബംഗാളിൽ ജയിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി മത്സരിക്കാനോ പ്രചരണം നടത്താനോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളെയും അനുവദിക്കാത്ത ഭീകര ഭരണമായിരുന്നു ബംഗാളിൽ കഴിഞ്ഞ 50 വർഷം നമ്മൾ കണ്ടത്. ആദ്യം കമ്മ്യൂണിസ്റ്റ് ഭീകരതയായിരുന്നുവെങ്കിൽ പിന്നീട് അത് തൃണമൂലായി എന്ന വ്യത്യാസം മാത്രം. കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന 30-35 കൊല്ലക്കാലത്ത് 54,000-ഓളം രാഷ്ട്രീയ എതിരാളികളെ കമ്മ്യൂണിസ്റ്റുകാർ ബംഗാളിൽ ഉന്മൂലനം ചെയ്തു എന്നാണ് കണക്ക്. തൃണമൂൽ ഭരണം ഉണ്ടായിരുന്ന കഴിഞ്ഞ 15 കൊല്ലം ബംഗാളിൽ നടന്നതും ഇതൊക്കെ തന്നെയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2.4 ലക്ഷം പേരടങ്ങിയ കേന്ദ്ര സേനയാണ് ബംഗാളിൽ വിന്യസിച്ചത്. എന്നിട്ട് കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ BJP സ്ഥാനാർത്ഥികളെ പരസ്യമായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. ആ ആക്രമണം കണ്ട മനോരമ പോലുള്ള മാധ്യമങ്ങൾ നടത്തിയ ആഹ്ലാദവും പരിഹാസവും ആരും മറന്നു കാണില്ല. 2011 ബംഗാളിൽ 0 സീറ്റായിരുന്നു BJPക്ക് ആകെ കിട്ടിയത്, 4.1% വോട്ടും. 2016 3 സീറ്റും 10.3% വോട്ടും. 2021 അത് 77 സീറ്റും 38.4% വോട്ടുമായി ഉയർന്നു. ഇത്തവണ BJPയുടെ സംഘടനാ സംവിധാനങ്ങൾ ചരിത്രത്തിൽ മുമ്പെങ്ങും ചെയ്യാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ബംഗാളിൽ നടത്തിയത്. അമിത്ഷാ നേരിട്ടിറങ്ങി 15 ദിവസം ബംഗാളിൽ താമസിച്ച് എല്ലാം ഏകോപിപ്പിച്ചു. യോഗി ആദിത്യനാഥ് മുതൽ തേജസ്വി സൂര്യ വരെ പ്രചരണം നയിച്ചു. ഇവരൊക്കെ പരസ്യമായിരുന്നുവെങ്കിൽ നിശബ്ദമായി പ്രവർത്തിച്ച വേറൊരു കൂട്ടരുണ്ട്, RSS. ഏതാണ്ട് 1.75 ലക്ഷം പ്രചരണ യോഗങ്ങളാണ് RSS നടത്തിയത്. ശ്രദ്ധ നേടുന്ന റാലികളോ വൻ പ്രസംഗങ്ങളോ നടത്തിയില്ല. RSSന്റെ പ്രചാരണം ചെറു യോഗങ്ങളിലൂടെയും മറ്റും പൊതുജനാഭിപ്രായം സൃഷ്ടിച്ചെടുക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. 250ഓളം മണ്ഡലങ്ങളിൽ ഓരോന്നിലും ഏകദേശം 200 യോഗങ്ങൾ സംഘടിപ്പിച്ചു. BJPയുടെ ആദ്യ രൂപമായ ജനസംഘിന്റെ സ്ഥാപക നേതാവും ബംഗാളിയുമായ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനത നിലനിൽപ്പിനായി പോരാടുമ്പോൾ അവരെ സഹായിക്കാൻ RSSനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ബംഗാളിൽ നടന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല, യുദ്ധം തന്നെയായിരുന്നു. അവിടുത്തെ തദ്ദേശ ജനതയെ രക്ഷപ്പെടുത്തണം, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അതൊരു ഭഗീര പ്രയത്നം തന്നെയായിരുന്നു. രാജ്യത്തിന്റെ നിയമവും ജനാധിപത്യവും ഒന്നും ബാധകമല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭീകരതയും നുഴഞ്ഞുകയറ്റക്കാരും തൃണമൂലും എല്ലാം ചേർന്ന് തകർത്ത ബംഗാളിനെ അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിന് ആദ്യം വേണ്ടത് അവിടുത്തെ ഭരണം നേടിയെടുക്കുക എന്നതായിരുന്നു. അതാണ് നമ്മൾ നേടിയെടുത്തത്. നാളെ മുതൽ ബംഗാളിൽ തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. 50 കൊല്ലം കൊണ്ട് വെച്ചത് എല്ലാം നേരെയാക്കാൻ വെല്ലുവിളികൾ ഏറെയുണ്ട്. പക്ഷെ ആദ്യഘട്ടം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ബംഗാളിലെ സാംസ്കാരികവും സാമ്പത്തികവുമായ പഴയ പ്രതാപം വീണ്ടെടുക്കുക തന്നെ ചെയ്യും. സോനാർ ബംഗാൾ നമ്മൾ തിരികെ കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ട് തന്നെ കേരളത്തിലെ വിജയത്തെക്കാൾ മാധുര്യം നൽകുന്നത് ബംഗാളിലെ വിജയം തന്നെയാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതെ, ബംഗാളിലേത് രാജ്യസുരക്ഷയെ സംബന്ധിച്ച ഒരു യുദ്ധം തന്നെയായിരുന്നു. രാജ്യം സമ്പൂർണ്ണ സുരക്ഷിതമാകും വരെ ഈ പോരാട്ടം തുടരട്ടെ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.